LDF-ന്റെ ഭാഗമായിരുന്നപ്പോൾ താങ്കൾ ഒരു മികച്ച മന്ത്രിയായിരുന്നു, PWD മന്ത്രിയായിരുന്നു എന്നുള്ള വിലയിരുത്തലുണ്ട്. UDF-ഉം LDF-ഉം ഇപ്രാവശ്യവും താങ്കളെ പ്രതീക്ഷിക്കാമോ? ഇല്ല, ഞാനതേപ്പറ്റി ഒന്നും പ്രത്യേകിച്ച് പ്രതീക്ഷയില്ലായ്മകളോ ഇല്ല. ഞാനതൊന്നും ചിന്തിച്ചിട്ടേ ഇല്ല. ഇലക്ഷന് മത്സരിക്കുക, അത് ജയിക്കണമെന്ന് എനിക്ക് വാശിയുണ്ടായിരുന്നു. കാരണം എന്റെ പിന്തുണ ഇല്ലാതെ തന്നെ മുമ്പൊരു സ്ഥാനാർത്ഥി അവിടെ ജയിച്ചു. അയാളുടെ വോട്ട് കുറയ്ക്കാൻ ഞാൻ ശ്രമിച്ചു. എന്താ 10,000 വോട്ട് ജയിപ്പിച്ചു കൊടുത്ത ശേഷം ഒരു കള്ളപ്രചാരവേല നടത്തി, ഒരു കള്ള അന്വേഷണം കരീമിനെ കൊണ്ട് നടത്തി. അപ്പോൾ എനിക്കൊന്ന് കാണിക്കണമെന്നുണ്ടായിരുന്നു. എന്റെ പിന്തുണ ഇല്ലാതെ അവിടെ എങ്ങനെയാണ് ഒരു CPM സ്ഥാനാർത്ഥി ചെയ്തത്? ജയിച്ചതെന്ന് മാത്രമല്ല, എനിക്ക് 29 കൊണ്ടുപോയി. അപ്പോൾ ആരോപണമെല്ലാം വേറെ കള്ളമായിരുന്നെന്നും മനഃപൂർവ്വം എന്നെ അവമാനിക്കുകയും ചെയ്തതാണ് എന്റെ മനസ്സിൽ കിടക്കാണ്. 13 വർഷം പ്രസ്ഥാനത്തിനോട് പ്രവർത്തിച്ച എന്നോടാണ് ചെയ്തത്. എന്തിനു ചെയ്തു? സത്യപ്രതിജ്ഞയ്ക്ക് ഒരു സാഹചര്യം അതുമായി ബന്ധപ്പെട്ട് ചർച്ചകളുണ്ടായിരുന്നു. മുഖ്യമന്ത്രി സ്ഥാനം ഞാനല്ല ചർച്ച ചെയ്തത്. അത് ഇവിടുത്തെ രാജ്യത്തെ ഏറ്റവും നല്ല മതനിരപേക്ഷ രാഷ്ട്രീയ പാർട്ടി കോൺഗ്രസാണ്. സെക്കുലർ അസാധാരണമായി വൈകുന്നു എന്ന് തോന്നുന്നുണ്ടോ? ഏറ്റവും വലിയ സെക്കുലർ പാർട്ടി എന്ന് പറയുന്നത് കോൺഗ്രസാണ്. ഇന്ത്യയിൽ കേന്ദ്രത്തിൽ അധികാരത്തിലില്ലെങ്കിലും സെക്കുലർ പാർട്ടികളുടെ ഏറ്റവും വലുത് അവരാണ്. അവരുടേതായ പ്രശ്നങ്ങളാൽ, കാരണങ്ങളാൽ അവർ 2 വർഷം താമസിച്ചതേ ഉള്ളൂ. ഇതൊരു മഹാപാതകമാണെന്നൊന്നും പറയാനൊക്കത്തില്ല.